പക്ഷേ ഇപ്പോഴും അത്തരം പ്രചാരങ്ങൾ മുജാഹിദിനെ എങ്ങനെ നമുക്ക് ഇവിടുന്ന് ആളുകൾ മനസ്സിൽ നിന്ന് ഒരു മതിപ്പില്ലാതാക്കി മാറ്റാം എന്ന ഒരു ചിന്ത കൊണ്ട് ഇപ്പോഴും ഇത്തരം പ്രചാരങ്ങൾ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. പത്തപ്പരിയ മുസ്ലിയാർ പറയും, ദിക്റുല്ല, ഖുർആനുള്ള ഓത്തുമില്ല. ഞാൻ സാധാരണ പറയുന്നുണ്ട്, ഒരു വീട്ടിൽ അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു വഹാബി മരിക്കണതും അയാളെ വീട്ടിൽ 25 ലിറ്റർ കറവ് തരുന്ന ഒരു പശു ചാകുന്നതും തമ്മിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. അബൂബക്കർ ഹാജി ഇങ്ങനെ മരിച്ചാൽ എന്താ ഉണ്ടാവുക? അയാളെ മയ്യത്ത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും ഒരു പടിമേൽ. ഒരയാളെ പശു ചത്താലോ അത് പുറത്ത് ഇങ്ങനെ ചാക്കോണ്ട് മൂടിയിട്ടുണ്ടാവും. ഒരു വ്യത്യാസമുണ്ട്, ഇയാളെ മയ്യത്തിന്റെ അടുത്തൊരു മകൻ ഇരിക്കുന്നുണ്ടോ. ആരെങ്കിലുമൊക്കെ വന്നാൽ ഈ കേടുവന്ന ഫിയറ്റ് കാറിന്റെ ടിക്ക് പൊന്തിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പൊന്തിച്ചു കൊടുക്കും. ഈ പെരുന്നാൾ മയ്യത്തിന് മുഖത്തേക്ക് നോക്കി LP സ്കൂളിലെ കുട്ടികൾ മൃഗശാലയിൽ പോയിട്ട് കണ്ടാമൃഗത്തിനെ കണ്ട് നോക്കുന്നവരെങ്ങനെ നോക്കുകയും ചെയ്യും. ആണ് താത്തും ഇയാൾ തിരിച്ചും പോകും. മയ്യത്തിനും കാര്യമല്ല, കണ്ടാക്കും കാര്യമല്ല. ദിക്റില്ല, ഖുർആനത്തിലോ ഒന്നുമില്ല. ഞങ്ങൾ ആലോചിച്ച് നോക്കുന്നത്. പിന്നെ പുറത്തു വന്നിട്ട് ആളുകൾ പറയും, വല്ലാത്ത മനുഷ്യത്വം, വയസ്സായിട്ടുണ്ടെങ്കിലും ആരോഗ്യം ഉണ്ടായിരുന്നു, പരോപകാരിയായിരുന്നു, നല്ല മനുഷ്യനായിരുന്നു, എന്ത് ചെയ്യാനാ പെട്ടെന്ന് മരിച്ചുപോയി പടച്ചോന്റെ ഇത് പുറത്തു വന്നിട്ട് ഇങ്ങനെ പറയും അല്ലേ. ഇനി നോക്കിക്കോ, പശു ചത്താണ്ട അവസ്ഥ. 25 ലിറ്റർ കറവ് തന്നിരുന്ന പശുവാണെങ്കിൽ അത് പെട്ടെന്ന് ചത്താലും അയൽവക്കക്കാരൊക്കെ വരും. സീത ചേച്ചി വരും, ഗോപാലൻ വരും, അബൂക്കർ വരും. വന്നിട്ട് ഓഹോ കടക്കുന്നത് കണ്ടില്ലേ, നല്ല സൈസായിരുന്നു കേട്ടോ അല്ലേ, 10-20 വർഷമായില്ലേ തീറ്റിപ്പോയിട്ടെന്ന്. 25 ലിറ്റർ പാല് തന്ന പശുവാ, നല്ല ഇണക്കമാണ്, പതിയെ പിടിച്ച് കറക്കാം. ഇതിന്റെ ഒക്കെ പാല് മോരാക്കി എത്രയാ ഞാനൊക്കെ കഴിച്ചത്. ഇന്നലെയും കൂടെ വൈകുന്നേരം ഇതിലൂടെ അത് ഓടി നടന്നതല്ലേ, എന്ത് ചെയ്യാനാ, റബ്ബർ പാല് കുടിച്ചുപോയി പടച്ചോന്റെ വിധി. ഈ മരിച്ച ആജിയാരും ഈ ചത്ത പശു തമ്മിൽ എന്ത് മാറ്റാനുള്ളത് ആലോചിച്ചു നോക്കാം. ഇനി മയ്യത്ത് എടുക്കുമ്പോ എന്താ ഉണ്ടാവുക? ഈ പശു ആണെങ്കിൽ പതിയെ ചാക്ക് എന്നാ എടുക്കുക, പതുക്കെ കൊണ്ടുപോകും, ഒന്നും പറയൂല, കൊണ്ടുപോയിട്ട് കുഴിച്ചു. സുന്നികളാണെങ്കിലോ എടുക്കല്ലേ, ബിസ്മില്ലാഹ് വഅലാ മില്ലത്തി റസൂലില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഖബറിലേക്ക് ഇങ്ങനെ പോകുന്ന, ഇന്ന് പോകുന്നത് നീയാണ്, നാളെ വരേണ്ടവൻ ഞാനാണ്, ഞാനും മരിക്കേണ്ടവനാണ്, ഇന്നലെ നീ പുഞ്ചിരിച്ച് പൊട്ടിച്ചിരിച്ച് നടന്നവനാണ്, നമ്മയ്യത്ത് കട്ടിലകപ്പെട്ടില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തോരന്തരീക്ഷത്തിലെ പോക്ക്. പകരം സുന്നിയല്ലാത്ത മുജാഹിദാണോ ഇവന്റെ മയ്യത്ത് എങ്ങനെയാ കൊണ്ടുപോകുന്നത്? മുറിച്ചിട്ടിരിക്കുന്ന തേക്കിന്റെ കുറ്റി മില്ലിലേക്ക് എടുക്കുന്ന ലാഘവത്തോടെ. മരം മുറിച്ചിട്ട മില്ലിലേക്ക് എടുക്കാൻ എങ്ങനെ? അവിടെ പിന്നെ ദിക്ർ ചൊല്ലും, കലാസികൾ വന്നിട്ട് അങ്ങനെയൊക്കെയാണ്. ഇതൊന്നും ഇല്ല. അതേസമയത്ത് നിലമ്പൂര് ഫോറസ്റ്റിന്റെ ഉള്ളില് ഫോറസ്റ്റ് അധികൃതർ കാണാതെ നല്ല തേക്കിന്റെ തടികൾ അത് പുഴയിലേക്ക് ഇറക്കുന്ന പോലെ മിണ്ടാതെ പതുക്കെ കൊണ്ടുപോലെ ഇടുക്ക ശവം പതുക്കെ എടുക്കുന്നു, പതുക്കെ കട്ടുകൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നു. ഉമ്മമാര് ചിന്തിച്ചോ, എത്ര സങ്കടകരമായ അവസ്ഥയാണ്. മരിച്ച് മയ്യത്ത് കൊണ്ടുപോകുമ്പോഴും ഒരു പ്രാർത്ഥന കിട്ടാൻ, മരിച്ച് കബറും പുറത്ത് കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഒരു ചത്ത കോഴിക്കുഞ്ഞിനെ കുഴിച്ചിടുന്ന പോലെ കുഴിച്ചിട്ടിങ്ങി പോരുകയല്ലേ. സുന്നികളാണെങ്കിലോ കൊണ്ടുപോയിട്ടെങ്കിൽ മറമാടിയിട്ട് പോരാൻ തോരണില്ല. പിന്നെയും തസ്ബീഹ് ചൊല്ലി, പിന്നെയും മണ്ണ് വാരിയിട്ട്, പിന്നെയും നിശാങ്കല്ല് കുത്തി, പിന്നെയും വെള്ളം ഒഴിച്ചു, പിന്നെയും ചെടി കുത്തി വെച്ചു, വീണ്ടും അവിടെ തന്നെ ഇരിക്കുന്നു. യാ അബ്ദുല്ലാഹ് ഇവനമത്തില്ല തുടങ്ങിയതാ ജാക്കൽ മലക്കാൻ അങ്ങനെ തുടങ്ങിയിട്ട് വല്ലാതെ തലക്കീനോതി കൊടുത്തോ. അത് കഴിഞ്ഞിട്ടും പോരാ തോന്നുന്നില്ല. വീണ്ടും പ്രാർത്ഥന തന്നെ. അപ്പൊ കണ്ടോ, ഇതാ വ്യത്യാസം. അപ്പൊ എന്തൊരു സങ്കടാണ്, അയാളെ തലക്കീനില്ല, അവിടെ അൽഫാത്തിഹല്ല, എന്തൊരു സങ്കടാണ് അമ്മമാരെ. കാരണം എന്താ, മയ്യത്തുണ്ടാവുമ്പോ എന്താ ചിന്ത പറഞ്ഞത്? ഇന്ന് മരിച്ച് നാളെ പാരാ മരിക്കാന്ന് മോലയമാർ ചിന്തയത്. മയ്യത്തിന് പിന്നാലെ പോകുമ്പോ മോലയമാർ ആലോചിക്കാം, ഇന്നിപ്പം ബന്ധു കിട്ടി, നാളെ പാരാന്ന്. കച്ചേരിപ്പടി പള്ളിയിൽ മുസ്ലിയാര് വയത് പറഞ്ഞു,
ഞാനിവിടെ അവസ്ഥ മുദരിസായി ചാർജ് എടുക്കുമ്പോ എന്നോട് പറഞ്ഞെന്താ റാത്തീബ് ഉണ്ടാവും, കുത്തുബിയത്ത് ഉണ്ടാവും, മദ്ദാദ് ഉണ്ടാവും, മൗലിദ് ഉണ്ടാവുന്ന. ഇവിടെ മരിച്ചിട്ട് 4 മാസമായി. ഇവിടെ ഒരുത്തം മരിച്ചിട്ട് 4 മാസമായി, പിന്നെ എങ്ങനെയാ ഇവിടെ നിൽക്കുക? അതാണ് മൂപ്പര് പറഞ്ഞത്. എന്തൊരു സങ്കടാണ്. തർക്കീനില്ല, ഫാത്തിഹ ഇല്ല, ആ വക ഏർപ്പാടും ഇല്ലാതെ ഈ തേക്ക് കെട്ടുകൊണ്ടോണ പോലെ കൊണ്ടുപോകല്ലേ. മൗലവിമാര് പറയണില്ല, ഓലെ വിളിക്കണില്ല, ഓൽക്കൊന്നും കൊടുക്കണില്ല, യാതൊരു ഒച്ചപ്പാടും ഇല്ല. ആ വിഷമാ പറയണത്. എന്തുകൊണ്ട് മുജാഹിദീകൾ ഇങ്ങനെ ചെയ്യുന്നു? അതാണ് അന്വേഷിക്കേണ്ടത്. എന്താ മുജാഹിദീകൾ കൊണ്ടുപോകുമ്പോ ഒരു ലായിലായി ചെല്ലിയാല് നാവിന് വല്ല അബദ്ധം സംഭവിക്കുമെന്നത് കൊണ്ടാണോ? അല്ല. പിന്നെന്തേ? എന്തുകൊണ്ട് ചൊല്ലുന്നില്ല? മുമ്പ് ഇവിടെ പലപ്പോഴും ഖണ്ഡനം നടന്നപ്പോ കൃത്യമായി വായിച്ച് വിശദീകരിച്ചു. അവസാനം ഹംസക്കോയ കവി ഓർമ്മ ഉണ്ടാവും, പണ്ട് പണ്ട് മുങ്ങിയില്ല, അവനെ വന്നിട്ടില്ല. അയാൾ പറഞ്ഞ എന്താ, വഹാബിക്ക് ധൈര്യം ഉണ്ട് നിങ്ങളൊന്ന് ചെല്ലിക്കാട് മയ്യത്തുണ്ടോമ്പോ. അതാ നമ്മൾ അന്നും പറഞ്ഞ ധൈര്യം ഉണ്ട്, ചെല്ലും. പക്ഷെ എന്ത് വേണം? തെളിവ് കാണിച്ചെല്ലാം. റസൂലുള്ള ഏത് സ്വഹാബത്തിന്റെ മയ്യത്തുണ്ടോമ്പളാ ചൊല്ലിയത്? അലി എവിടെ ചെല്ലാനാ പഠിപ്പിച്ചത്? ഏത് ഹദീസിലെ അധ്യാപനം വന്നത്? കാണിച്ചെന്നാ മതി. ചൊല്ലാൻ തയ്യാറാണ്, ഒരു പ്രശ്നമില്ല. അതില്ലാത്തോണ്ടാ ചൊല്ലാത്തത്. അത് ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയതാണ്, അത് പുത്തൻവാദമാണ്, അത് ബിദ്അത്താണ് എന്ന് ഇമാമികളുടെ കിതാബ് പോലും ഉദ്ധരിച്ചുകൊണ്ട് മുജാഹിദീൻ എല്ലാ സ്ഥലത്തും പറയുന്നു, വ്യക്തമാക്കുന്നു. അതുകൊണ്ടാണ് ചൊല്ലാത്തത്. അന്ന് പറഞ്ഞു മുജാഹിദീങ്ങൾക്ക് കിതാബ് തിരിയില്ല, ഒരു ബുക്ക് വായിച്ചു മാറിയില്ല, കിതാബ് ഓർക്കറിയില്ല, അതുകൊണ്ട് ഓർക്കത് മനസ്സിലായിട്ടില്ല. ഇപ്പൊ മുസ്ലിയാക്കന്മാരും പറയാൻ തുടങ്ങി. ശ്രദ്ധിക്കുക നിങ്ങള്. റഹ്മത്തുള്ളാഹി ഖാസി പറയട്ടെ, എന്താ വേണ്ടത് കൊണ്ടുപോകുമ്പോ എന്നിട്ട് ആലോചിക്കുക ആരാണ് ഈ പറഞ്ഞ രൂപത്തിലേക്ക് പറയാൻ പറ്റിയത് എന്ന് ആണെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ശ്രദ്ധിക്കണം. ജനാസയിൽ ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് സ്വാലിഹീങ്ങൾ ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി മിണ്ടാതെ പോവുകയും ആഖിറത്തിനെയും റബ്ബിനെയും അവന്റെ അദാബ് റഹ്മത്തിനെയും ചിന്തിച്ചു പോവുകയും ചെയ്യലാ. മിണ്ടാതെ പോകൽ മാ കാന അലൈഹി സലഫു, ഇതാണ് ഏറ്റവും അഫ്ളൽ. ഇതിൽ തർക്കവുമില്ല. ഇതാണ് ഏറ്റവും അഫ്ളലായ ശൈലി, ഇതാണ് ഏറ്റവും അഫ്ളൽ, ഇതാണ് ഏറ്റവും നല്ല വിധവും. പക്ഷേ ഇമാം 1000 കൊല്ലം മുമ്പ് പറയുന്നുണ്ട്, ഇന്ന് ജനാസയിൽ സലഫ് സാലിഹീങ്ങൾ സഹാബികൾ അങ്ങനെയാണ് പോയിരുന്നത് എങ്കിലും ഇന്ന് ജനാസയിൽ പങ്കെടുക്കുന്ന അനവധി ആളുകളെ ഞാൻ കാണുന്നത് ഇന്ന് അധികരിച്ച ആളുകൾ പോണ ചിരിച്ചിട്ടാണ് ഞാൻ കാണുന്നുണ്ട്. സ്വഹാബികൾ കരഞ്ഞു പോയ കാര്യം പറഞ്ഞിട്ട് ഗസാലി ഇമാം യഹ്യയിൽ എഴുതുന്നുണ്ട്, ജനങ്ങൾ ഇന്ന് ചിരിച്ചിട്ട് പോകുന്നതായാണ് ഞാൻ കാണുന്നത്. സ്വഹാബികൾ ജനാസയിൽ പോയിരുന്നത് മിണ്ടാരെയും കരഞ്ഞിട്ടും വേദനിച്ചിട്ടുമായിരുന്നു. ഇന്ന് ജനങ്ങൾ പോകുന്ന ചിരിച്ചാണ്. ഇത് എഴുതി വെക്കുന്നത് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ഹിജ്റ 6-ാം നൂറ്റാണ്ടിലാ. 6-ാം നൂറ്റാണ്ടുകാരനാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഏകദേശം 8-9 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. അന്ന് വരെ ആളുകൾ ചിരിച്ചു പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഇന്നത്തെ കാര്യം പറയണ്ട. വളരെ ചിന്തിക്കണം. ഏറ്റവും അഫ്ളലായ ശൈലി മാ കാന അലൈഹി സലഫ് ചെയ്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശൈലി അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്ന മനുഷ്യൻ അങ്ങനത്തെ ഒരു ശൈലി ഇല്ല. അതിന് മനുഷ്യനോട് കഴിയൂല. സ്വന്തം വാപ്പ മറിച്ചാലും അവന് വർത്താനം പറയണം. അപ്പൊ ഏറ്റവും അഫ്ളൽ എന്താണ്? മിണ്ടാതെ പോകലാണ്. ഏറ്റവും അഫ്ളൽ മിണ്ടാതെ പോകലാണ്. ആര് ചെയ്തു? മാ കാന അലൈഹി സലഫുകൾ ചെയ്തത്, സ്വഹാബിമാർ ചെയ്തത്, താബിഈകൾ ചെയ്തത്. ഏതുപോലെ? പത്തപ്പിയത്തിന്റെ വാശി പറഞ്ഞാല് തേക്കും കുട്ടി കെട്ടുകൊണ്ടുള്ള പോലെ തന്നെ പോലും പോയത്. അവരങ്ങനെയാ പോയത്. അതുകൊണ്ടാ വഹാബികൾ അങ്ങനെ പോണത്. മയ്യത്ത് കക്കണപടി വഹാബിയാക്കല്ല, കാരം ദൂരാക്കാൻ തെളിയിച്ച് പതാ കക്കണ ഏർപ്പാട് പോയിക്ക വില പറഞ്ഞു നോക്കുക, കിട്ടിയില്ലെങ്കിൽ കെട്ടുകൊണ്ടുക. അപ്പൊ നമുക്കെന്നെ ആവശ്യമില്ല, മിണ്ടാതെ കൊണ്ട് ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് മിണ്ടാതെ പോകുന്നു? സലഫുകൾ പോയത് അങ്ങനെയാണ്, സ്വഹാബത്ത് അങ്ങനെയാണ്, താബിഈകൾ അങ്ങനെയാണ്. മയ്യത്തിനെ കൂടെ മിണ്ടാതെ പോകും. അതാണ് അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം. ഇന്ന് അങ്ങനത്തെ ശൈലി ഇല്ല എന്നാ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ആ ശൈലി സ്വീകരിക്കുന്നവനുണ്ട്. ആ ഉള്ളവൻ ആക്ഷേപിക്കാൻ മറ്റവന് പശുവത്തെ പോലെയാണ്, കോഴിയത്തെ പോലെയാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുക. എന്നിട്ട് ഈ സലഫിന്റെ പാത, സ്വഹാബത്തിന്റെ താബിഈകളുടെ അടക്കമുള്ള സലഫുകളുടെ മുൻഗാമികളുടെ ഈ പാത സ്വീകരിച്ച വഹാബികള് ഒരു പുത്തൻവാദിയാണ്. അതൊക്കെ ഒഴിവാക്കി പുത്തൻവാദം കൊണ്ടുവന്ന ആളുകള് മയ്യത്തിനെ